ആരെന്നറിയണോ? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? വഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾ ആരെന്നറിയുമോ? അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞ വിശേഷണം അവരുടെ നടത്തത്തെക്കുറിച്ചാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരവും നോമ്പും അവരുടെ അച്ചടക്കവും ജീവിതത്തിലെ ഇബാദത്തൊക്കെ പറയാൻ പോവാൻ, പക്ഷെ അല്ലാഹ് ആദ്യം തുടങ്ങിയത് അവരുടെ നടത്തത്തെക്കുറിച്ചാണ്. വഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ അടിമകൾ ആരെന്നറിയുമോ? അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ വിനയത്തോടെ, എന്നാൽ അഭിമാനത്തോടെ, അഹങ്കാരത്തോടെയല്ല, വിനയത്തോടെ താഴ്മയോടെ നടക്കുന്നവരാണ്. അഹങ്കാരം കാണിക്കുന്നവരല്ല. താഴ്മ എന്ന് പറയുമ്പോഴേക്കും കഴുത്ത് കുഴയേണ്ട ആവശ്യമില്ല. അതാണ് ഉമർ തങ്ങൾ പഠിപ്പിച്ചത്. താഴ്മ കാണിക്കുന്നത് ഇങ്ങനെ കുഴഞ്ഞു നടക്കരുത്, തല ഉയർത്തിയിട്ട് തന്നെ നടക്കണം, ഇസ്സത്തോടുകൂടെ നടക്കണം. അഹങ്കാരം പാടില്ലതാനും. ആരാണ് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടവരെന്നറിയുമോ? അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഭവ്യതയോടുകൂടെ സൗമ്യരായി നടക്കുന്നവരാണ്. അവർ അഹങ്കാരികളല്ല. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്ത ആളുകൾ അവരോട് എന്തെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ സലാമാ, നിങ്ങളോട് വർത്തമാനം പറയാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നവരാണ്. വിവരമില്ലാത്തവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കൂല. ഇത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവരുടെ. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്തവർ പലതും എഴുതിവിടും, പലതും ചെയ്യും. അതിനൊന്നും മറുപടി കൊടുക്കാനും നിൽക്കണ്ട, അത് കണ്ട് ടെൻഷൻ അടിക്കാനും നിൽക്കണ്ട. ഖാലൂ സലാമ, പോട്ടെ പോട്ടെ എന്ന്. ഖാലൂ സലാമ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് പറയുന്ന പോലെ അവർ മാന്യരായി കടന്നു പോകുന്നവരാണ്. അള്ളാഹിന്റെ അടിമകളുടെ വിശദീകരണം സൂറത്തുൽ ഫുർഖാന്റെ അവസാനം വരെ അതിലാ പറയുന്നത്. ഇങ്ങനെ ദുആ ഇരക്കുന്നവരാ. രണ്ട് ദുആനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇബാദുർ റഹ്മാൻ, അവര് ശിർക്ക് ചെയ്യാത്തവരാണ്, വ്യഭിചരിക്കാത്തവരാണ്, ദാനം ചെയ്യുന്നവരാണ്. യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, ഇരുന്നുകൊണ്ടും സുജൂദിലും റുക്ഉയിലുമായിട്ട് റബ്ബിന് രാത്രി സമയം ചെലവഴിക്കുന്നവരാണ്.